ഹരേ കൃഷ്ണ. ശ്രീമദ്ഭാഗവതം ദ്വിതീയ സ്കന്ധം തൃതീയോധ്യായം. നമ്മൾ ദ്വിതീയോധ്യായം കഴിഞ്ഞു. അതിലെ സംഗ്രഹങ്ങള്, ചോദ്യോത്തര പങ്ക്തി, സമർപ്പണം ഇവയെല്ലാം ബാക്കി കിടക്കുന്നുണ്ട്. എല്ലാവരും വേഗത്തിൽ അതെല്ലാം സമർപ്പിക്കുക. തൃതീയോധ്യായം നമുക്ക് നോക്കാം. ഇതിൽ ഉപാസനകളെ പറ്റിയിട്ടും ഭഗവത് സേവാ മാഹാത്മ്യത്തെ പറ്റിയിട്ടും ആണ് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ ശ്ലോകം. ശ്രീശുക ഉവാച. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ്ഭാഗവതേ ദ്വിതീയ സ്കന്ധേ അഥ തൃതീയോധ്യായഃ. ശ്രീശുക ഉവാച. ഏവമേതന്നിഗദിതം പൃഷ്ടവാൻ യത് ഭവാൻ മമ നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. ഒന്നും കൂടി പറയാം. ഏവമേതത് നിഗദിതം പൃഷ്ടവാൻ യത് ഭവാൻ മമ നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. അപ്പൊ ആ മനുഷ്യന്മാരില് ആ ബുദ്ധിമതികളായിട്ടുള്ള ആൾക്കാര്, മനുഷ്യേഷു മനീഷിണാം, ആ ബുദ്ധിമതികളായിട്ടുള്ള ആൾക്കാര്. അതുപോലെ മ്രിയമാണാനാം നൃണാം, നരന്മാരിൽ ആ മരണം അടുത്തവരും ആയിട്ടുള്ളവര്. മ്രിയമാണാനാം നൃണാം, നരന്മാരില്, മനുഷ്യന്മാരില് ആ മൃത്യു ആസന്നമായിട്ടുള്ളവർക്ക് യാതൊന്നിനെ പറ്റി യാതൊന്നിനെ പറ്റി ഭവാൻ അങ്ങ് എന്നോട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. മൃത്യു വന്നവർക്ക്, മൃത്യു ആസന്നമായിട്ടുള്ളവർക്ക്, ബുദ്ധിമാന്മാരായിട്ടുള്ള ആൾക്കാർക്ക് എന്തു കർത്തവ്യമാണ് ബാക്കി കിടക്കുന്നതെന്ന് എന്നോട് ചോദിച്ചു. പൃഷ്ടവാൻ ചോദിച്ചുവോ, അതിന് ഇപ്രകാരം നിഗദിതം പറയപ്പെട്ടു. ആ ആസന്ന മൃത്യു ആയവന് കരണീയമായതെന്തെന്ന് ആ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ഇപ്രകാരം ആ മറുപടി. അതായത് സദ്യോമുക്തിയും ക്രമമുക്തിയിലൂടെയും സദ്യോമുക്തിയിലൂടെയും ക്രമമുക്തിയിലൂടെയും ആ ഭഗവാനെ മനസ്സിൽ ധാരണ ചെയ്തിട്ട് അദ്ദേഹത്തെ ഉപേക്ഷിക്കുക. അപ്പോൾ ആ ധ്യാന യോഗക്രമം അതിനെപ്പറ്റി വിസ്തരിച്ചു കൊടുത്തു. ഇനി അടുത്ത ബാക്കിയുള്ള ഭാഗങ്ങളെ പറ്റി. ആസന്നമൃത്യുവായവന് കരണീയമായതെന്തെന്ന് ആ പരീക്ഷത്തിന്റെ ചോദ്യത്തിന് ഇപ്രകാരം മറുപടി നൽകപ്പെട്ടുവെന്ന് മുഖവുരയോടെ ശ്രീശുകൻ സകാമ നിഷ്കാമോപാസനകളെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നു. അപ്പൊ പറഞ്ഞത് സദ്യോമുക്തിയെ പറ്റിയിട്ടും ക്രമമുക്തിയെ പറ്റിയിട്ട് പറഞ്ഞു. ഇനി സകാമ നിഷ്കാമ ഉപാസനകളെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പൊ ആ ശ്ലോകത്തിലെ പദങ്ങൾ നോക്കാം. ഏവമേതന്നിഗദിതം പൃഷ്ടവാൻ യത് ഭവാൻ മമ നൃണാം യന്മ്രിയമാണാനാം മനുഷ്യേഷു മനീഷിണാം. മനുഷ്യേഷു മനുഷ്യരിൽ, മനീഷിണാം ബുദ്ധിമാന്മാരായവര്, ബുദ്ധിമതികളും മ്രിയമാണാനാം നൃണാം മരണം അടുത്തവരും ആയവർക്ക് യത് യാതൊന്നിനെ പറ്റി ഭവാൻ അവിടുന്ന് മമ എന്നോട് യത് എന്ത് പൃഷ്ടവാൻ ചോദിച്ചുവോ അതിനുത്തരമായിട്ട് ഏതത് ഏവം ഇപ്രകാരം നിഗദിതം പറയപ്പെട്ടു എന്നർത്ഥം ആണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. ഒന്നുകൂടി പറയാം. മനുഷ്യേഷു മനുഷ്യരിൽ, മനീഷിണാം ബുദ്ധിമതികളും, മ്രിയമാണാനാം നൃണാം മരണം അടുത്തവരുമായവർക്ക് അത് യത് യാതൊന്നിനെ പറ്റി ഭവാൻ മമ എന്നോട് യത് എന്ത് പൃഷ്ടവാൻ ചോദിച്ചുവോ അതിനുത്തരമായിട്ട് ഏതത് ഏവം ഇപ്രകാരം നിഗദിതം പറയപ്പെട്ടു. അതിലത്തെ അന്വയം നോക്കാം. മനുഷ്യേഷു മനീഷിണാം മ്രിയമാണാനാം നൃണാം യത് ഭവാൻ മമ യത് പൃഷ്ടവാൻ ഏതത് ഏവം നിഗദിതം. ഒന്നുകൂടി പറയാം. മനുഷ്യേഷു മനീഷിണാം മ്രിയമാണാനാം നൃണാം യത് ഭവാൻ മമ യത് പൃഷ്ടവാൻ ഏതത് ഏവം നിഗദിതം. അതിൻ്റെ അന്വയാർത്ഥം വരുന്നത്
മനുഷ്യരിൽ ബുദ്ധിമതികളും മരണം അടുത്തവരുമായവർക്ക് യാതൊന്നിനെപ്പറ്റി ആ ഭവാൻ എന്നോട് എന്തു ചോദിച്ചുവോ അതിനുത്തരമായിട്ട് ഇപ്രകാരം പറയപ്പെട്ടു. എന്നൂടി പറയാം. മനുഷ്യരിൽ ബുദ്ധിമതികളും മരണം അടുത്തവരുമായവർക്ക് യാതൊന്നിനെപ്പറ്റി എന്നോട് എന്ത് ചോദിച്ചുവോ അതിനുത്തരമായിട്ട് ഇപ്രകാരം പറയപ്പെട്ടു. ആസന്ന മൃത്യുവായവന് കരണീയമായതെന്തെന്ന് പരീക്ഷത്തിന്റെ ആ ചോദ്യത്തിൽ ഇപ്രകാരം മറുപടി നൽകപ്പെട്ടു എന്ന മുഖവുരയോടെ ആ ശിവൻ സകാമ നിഷ്കാമോപാസനകളെ പ്രതിപാദിക്കുന്നു എന്ന് പറയും. ശ്രീശിവൻ പറഞ്ഞു, പുണ്യ ആ യോഗത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കൽ മനുഷ്യഭാവത്തെ പ്രാപിപ്പാൻ ഭാഗ്യം സിദ്ധിച്ച ജീവന്മാരിൽ വെച്ച് വിദ്വാൻമാരായവരും വിശേഷിച്ച് മരണം അടുത്തിരിക്കുന്നവരും അനുഷ്ഠിക്കേണ്ട ഹരികഥാശ്രവണാദികളെ അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ ഈ വിധം പറഞ്ഞു. അടുത്ത് പറയാൻ പോകുന്നതാണ്. അപ്പോൾ മനുഷ്യരിൽ ആ വിവേകികളും വിശിഷ്യ മരണാസന്നരുമായവർക്ക് എന്താണ് കർത്തവ്യം, എന്താണ് കേൾക്കാൻ ഉചിതം എന്നത് ഭഗവാൻ ചോദിച്ചതിന് ഉത്തരമായിട്ട് ഞാൻ മറുപടി തന്നു. ഇതിലത്തെ വ്യാഖ്യാനം നോക്കാം നമുക്ക്. വ്യാഖ്യാനത്തില് തൃതീയേ വിഷ്ണുഭക്തേസ്തു വൈശിഷ്ട്യം, ആ തൃതീയത്തിലെ വിഷ്ണുഭക്തന്മാരുടെ വൈശിഷ്ട്യം ശൃണ്വതോ മുനേഹെ അതിനെ പറ്റിയിട്ട് കേൾപ്പിക്കുകയാണ്. ഭക്തിദ്രേകേണ തൽകർമ്മ ശ്രവണാദര ഈയത്തെ, ഭക്തിപൂർവം ഭക്തിദ്രേകേണ ഏകാന്തമായിട്ട് ആ തത്കർമ്മ ശ്രവണാദര ഈയത്തെ എന്താണ് അവർ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മം അതിനെപ്പറ്റി പറഞ്ഞു കൊടുക്കുകയാണ്. ശ്രീശുകൗവാച, ഹേ രാജൻ, അല്ലയോ രാജാവേ, ഭവാൻ യൽ പൃഷ്ടവാൻ, അങ്ങ് എന്താണോ ചോദിച്ചത്, തത് മ്രിയമാണാനാം ഗതിതം, മരിക്കാൻ ആയവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്താണ് എന്ന് ചോദിച്ചുവോ, അഥ ബ്രഹ്മതേജസ് ഭവാൻ യത് പൃഷ്ടവാൻ എന്താണ് ചോദിച്ചുവോ തത് മ്രിയമാണാനം ഗതിതം അതിനെ പറ്റിയിട്ട് പറഞ്ഞു തരാം, ഇവിടെ പറഞ്ഞു തരാം എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടി പറയാം. തൃതീയേ വിഷ്ണുഭക്തേസ്തു വൈശിഷ്ട്യം ശൃണ്വതോ മുനേഹേ ഭക്ത്യുദ്രേകേണ തത് കർമ്മ ശ്രവണാദര ഈയതെ, ആ ഉപാസനാ മാർഗത്തെ പറ്റിയിട്ടാണ് അതിൽ പറഞ്ഞു കൊടുക്കുന്നത്. ശ്രീശുകൗവാച, ഹേ രാജൻ, ഭവാൻ യത് പൃഷ്ടവാൻ തത് മ്രിയമാണാനാം ഗതിതം. അപ്പൊ അടുത്ത ശ്ലോകം നോക്കാം നമുക്ക്. ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിം. ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഓരോരോ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് ഓരോരോ ദേവന്മാരെ ഉപാസന ചെയ്യണു എന്നുള്ളതാണ്. ബ്രഹ്മവർച്ചസകാമസ്തു, ആ ബ്രഹ്മതേജസ്സിന് ആഗ്രഹിക്കുന്ന ആൾക്കാര്, ബ്രഹ്മവർച്ചസ് കാമസ് അതിൻ്റെ കാമം, ബ്രഹ്മവർച്ചസകാമസ്തു ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവന് യജേത അവർ ഉപാസിക്കണമാരെ ബ്രഹ്മണസ്പതിയും, അതായത് ബൃഹസ്പതിയെ, ദേവന്മാരുടെ ആ കുലഗുരുവായിരിക്കുന്ന ബൃഹസ്പതിയെ അവർ യജേത ഉപാസിക്കണം. ഇന്ദ്രിയകാമസ്തു ഇന്ദ്രിയകാമങ്ങളെ, ഇന്ദ്രിയ ആദി വിഷയങ്ങളുടെ ആഗ്രഹങ്ങളെ കാമിക്കുന്ന ആൾക്കാര് ഇന്ദ്രനെ ഉപാസിക്കണം. പ്രജാകാമ പ്രജാപതി പ്രജകളെ കാമിക്കുന്ന ആഗ്രഹിക്കുന്ന ആ ജനങ്ങള് ആ പ്രജാപതിയെ ഉപാസിക്കണം. ഒന്നുകൂടി പറയാം. ബ്രഹ്മവർച്ചസകാമസ്തു യജേത ബ്രഹ്മണസ്പതിം ഇന്ദ്രമിന്ദ്രിയകാമസ്തു പ്രജാകാമ പ്രജാപതിം. ആ ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവര് ആ ബൃഹസ്പതിയെ, ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞ ബൃഹസ്പതിയെയും ഇന്ദ്രിയ വിഷയങ്ങളെ, ഇന്ദ്രിയ കാമങ്ങളെ, ഇന്ദ്രിയ പ്രീതി ആഗ്രഹിക്കുന്നവൻ ആ ഇന്ദ്രനെയും, അതുപോലെ പ്രജകളെ
സന്താനത്തെ ആഗ്രഹിക്കുന്നവൻ ആ പ്രജാപതിയെയും യജേത ഉപാസിക്കണം. അതിലത്തെ പദങ്ങൾ നോക്കാം. ബ്രഹ്മവർച്ചസകാമഹ, ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവനാകട്ടെ ബ്രഹ്മണസ്പതിയും, ബൃഹസ്പതിയെയും, ഇന്ദ്രകാമഹ തു, ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്നവൻ ഇന്ദ്രനെയും, ഇന്ദ്രനെയും, പ്രജാകാമഹ തു, സന്താനത്തെ ആഗ്രഹിക്കുന്നവൻ പ്രജാപതീൻ, പ്രജാപതിമാരെയും യജേത ഉപാസിക്കണം. അപ്പോൾ അതിൽ അന്വയം നോക്കാം. ബ്രഹ്മവർച്ചസകാമതു, ഒന്നുകൂടി എടുത്ത ആ പദങ്ങൾ പറയാം. ബ്രഹ്മവർച്ചസ കാമഹ തു, ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവനാകട്ടെ ബ്രഹ്മണസ്പതിയും, ബൃഹസ്പതിയെയും, കാമഹ തു, ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്നവൻ ഇന്ദ്രനെയും, പ്രജാകാമഹ തു, സന്താനത്തെ ആഗ്രഹിക്കുന്നവൻ പ്രജാപതീൻ, പ്രജാപതിമാരെയും യജേത ഉപാസിക്കണം. അപ്പൊ അതിലത്തെ അന്വയം ബ്രഹ്മവർച്ചസകാമ തു ബ്രഹ്മണസ്പതിം, ഇന്ദ്രിയകാമഹ തു ഇന്ദ്രം, പ്രജാകാമഹ തു പ്രജാപതീൻ യജേത. ഒന്നുകൂടി പറയാം. ബ്രഹ്മവർച്ചസകാമഹ തു ബൃഹസ്പതിം, ബ്രഹ്മണസ്പതിം, ഇന്ദ്രിയകാമഹ തു ഇന്ദ്രം, പ്രജാകാമഹ തു പ്രജാപതീൻ യജേത. തന്വയാർത്ഥം ബ്രഹ്മതേജസ്സിനെ ആഗ്രഹിക്കുന്നവനാകട്ടെ ബൃഹസ്പതിയെയും, ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്നവനാകട്ടെ ഇന്ദ്രനെയും, സന്താനത്തെ ആഗ്രഹിക്കുന്നവനാകട്ടെ പ്രജാപതിമാരെയും ഉപാസിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ബ്രഹ്മതേജസ് ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാവിനെ ഉപാസിക്കണം. ഇന്ദ്രിയ സാമർഥ്യം ആഗ്രഹിക്കുന്നവനാകട്ടെ ഇന്ദ്രനെയും, സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവൻ പ്രജാപതിയെയും യജിക്കണം. വിഷ്ണുവിനെ ഒഴിച്ച് മറ്റുള്ള ദേവന്മാരെ ഭജിക്കുന്നത് പുത്രാദികളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്നത് പോലെ തുച്ഛഫലങ്ങളെ നൽകുന്നതിന് ഉപകരിക്കുന്നതല്ലാതെ നാശരഹിതമായിരിക്കുന്ന പരമഫലത്തെ പ്രാപിക്കുന്നതിന് ഉപകരിക്കാത്തതാകയാൽ അതും ഉപേക്ഷിക്കേണ്ടതാണെന്ന് ഉറപ്പിക്കുവാൻ വിചാരിക്കുന്ന ആചാര്യന്മാർ മന്ദമതികൾ ആഗ്രഹിക്കുന്നതിനെ സാധിപ്പിക്കുന്നതായിട്ടുള്ള അന്യദേവതാ ഭജനക്രമത്തെ പറ്റിയിട്ട് പറയുന്നു. ഒന്നുകൂടി പറയാം. ആ വിഷ്ണുവിനെ ഒഴിച്ച് മറ്റുള്ള ദേവന്മാരെ ഭജിക്കുന്നത് പുത്രാദികളെ സ്നേഹിക്കുന്നത് കൊണ്ടുണ്ടാകുന്നത് പോലെ മാത്രമേ ഉള്ളൂ. പോകുന്നത് പോലെ തുച്ഛഫലങ്ങളെ ആണ് നൽകുന്നതിന് ഉപകരിക്കുന്നു എന്നതല്ലാതെ നാശരഹിതമായിട്ടുള്ള ആ പരമഫലത്തെ പ്രാപിക്കുന്നതിന് അല്ലാത്തതാകിയാൽ അതും ഉപേക്ഷിക്കണമെന്നതാണ് ഉറപ്പിച്ച് പറയുന്നത്. അത് അങ്ങനെ വിചാരിക്കുന്ന ആചാര്യന്മാര് മന്ദമതികൾ, അതായത് ബുദ്ധിയില്ലാത്തവര് ആഗ്രഹിക്കുന്നതിനെ സാധിപ്പിക്കുന്നതിനായിട്ട് അന്യദേവതാ ഭജന ക്രമത്തെ പറയുന്നു. അവര് അന്യദേവതകളെ ആശ്രയിക്കുന്നതായിട്ട് പറയുന്നു. അതിന് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ബ്രഹ്മതേജസ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവൻ വേദകർത്താവായ ആ ബ്രഹ്മദേവനെയും ഇന്ദ്രിയപാടവത്തെയും ഇച്ഛിക്കുന്നവൻ ദക്ഷൻ മുതലായിട്ടുള്ള പ്രജാപതികളെയും ഭജിക്കുന്നു. അതിലത്തെ ആ വ്യാഖ്യാനം നമുക്ക് നോക്കാം. ശ്രീശുകോവാച ഹേ രാജൻ ഭവാൻ യത് പൃഷ്ടവാൻ തത് മ്രിയമാണാനാം ഗതിതം അഥ ബ്രഹ്മതേജസ്കാമോ, ആ ബ്രഹ്മതേജസ്സിനെ കാമിക്കുന്നവൻ ബ്രഹ്മാണം ആ ബ്രഹ്മാവിനെ യജിക്കുന്നു, ബൃഹസ്പതിയെ യജിക്കുന്നു. ഇന്ദ്രിയ പാടവത്തെ കാമിക്കുന്നവൻ ഇന്ദ്രനെയും, പ്രജാകാമോ ദക്ഷാദീൻ, പ്രജകളെ കാമിക്കുന്നവൻ ദക്ഷാദികളായിട്ടുള്ള ദേവന്മാരെയും ഉപാസിക്കണം എന്ന് പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം.
ദേവീം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോധ വീര്യവാൻ. ദേവീം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസു വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോധ വീര്യവാൻ. അപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് ഈ ഭാഗവതത്തിൽ പറയണു, ഭഗവാനെ മാത്രമാണ് ഭജിക്കേണ്ടത്, മറ്റുള്ള ദേവതമാരെ അല്ല ഭജിക്കേണ്ടത്. മറ്റുള്ള ദേവതമാരെ ഭജിച്ചാൽ അതാത് കാമങ്ങളെ സാധിക്കുന്നല്ലാതെ പരമപുരുഷാർത്ഥം ലഭിക്കണം എന്നുണ്ടാണെങ്കിൽ അതിന് ആ ഭഗവാനെ തന്നെ കാമിക്കണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ഇതിനെയൊക്കെ വേണമെന്നുണ്ടാണെങ്കിൽ നമുക്ക് ഇപ്പം ഈ പറയപ്പെടുന്ന മന്ദബുദ്ധികളായിട്ടുള്ള ആൾക്കാർ കാമ്യാർത്ഥം ദേവതമാരെ പ്രീതിപ്പെടുത്തുന്നത് എപ്രകാരം എന്നുള്ളതിനെ പറ്റി പറയാൻ. ദേവീം മായാം തു ശ്രീകാമ, അതായത് സമ്പത്തിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ മായാഭഗവതി ദേവി ദുർഗാ ഭഗവതിയെ യജിക്കുന്നു, ഉപാസിക്കുന്നു. തേജസ് കാമോ, തേജസ്സിനെ ആഗ്രഹിക്കുന്ന ആൾക്കാർ വിഭാവസു, വിഭാവസു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്നിദേവനെ ഉപാസിക്കുന്നു. വസുകാമോ വസൂൻ, ധനം ആഗ്രഹിക്കുന്നവൻ, വസു എന്ന് പറഞ്ഞാൽ ധനം ആഗ്രഹിക്കുന്നവനാകട്ടെ വസൂൻ അഷ്ടവസുക്കളെ, ആ വസുക്കളെയും വീര്യകാമോ വീര്യത്തെ ആഗ്രഹിക്കുന്നവനാകട്ടെ രുദ്രനെയും പരമേശ്വരനെ ഉപാസിക്കണം. അപ്പോൾ ദേവീം മായാം തു ശ്രീകാമസ്തേജസ്കാമോ വിഭാവസും വസുകാമോ വസൂൻ രുദ്രാൻ വീര്യകാമോധ വീര്യവാൻ. പതിത്തെ പദങ്ങള് ശ്രീകാമഹ തു സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ, മായാം ദേവീം ദുർഗാദേവിയെയും, തേജസ്കാമഹ തേജസ് വേണ്ടവൻ, വിഭാവസും അഗ്നിദേവനെയും, വസുകാമഹ ധനം ആഗ്രഹിക്കുന്നവൻ, വസൂൻ അഷ്ടവസുക്കളെയും, വീര്യകാമഹ വീര്യത്തെ ആഗ്രഹിക്കുന്നവൻ, അഥ പിന്നെ, വീര്യവാൻ പ്രഭാവത്തോടെ, രുദ്രാൻ ആ രുദ്രന്മാരെയും ഉപാസിക്കണം. എന്നുകൂടി പറയാം. ശ്രീകാമഹ തു സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ, മായാം ദേവീം ദുർഗാദേവിയെയും, തേജസ് കാമഹ തേജസ് വേണ്ടവൻ, വിഭാവസും അഗ്നിദേവനെയും, വസുകാമഹ ധനം ആഗ്രഹിക്കുന്നവൻ, വസൂൻ അഷ്ടവസുക്കളെയും, വീര്യകാമഹ വീര്യത്തെ ആഗ്രഹിക്കുന്നവൻ, അഥ പിന്നെ വീര്യവാൻ പ്രഭാവത്തോടെ, രുദ്രന്മാരെയും ഉപാസിക്കണം. അതിലത്തെ അന്വയം ശ്രീകാമഹ തു മായാം ദേവീം തേജസ്കാമഹ വിഭാവസും വസുകാമഹ വസൂൻ വീര്യകാമഹ അഥ വീര്യവാൻ രുദ്രാൻ യജേത. എന്നുകൂടി പറയാം. ശ്രീകാമഹ തു മായാം ദേവീം തേജസ്കാമഹ വിഭാവസും വസുകാമഹ വസൂൻ വീര്യകാമഹ അഥ വീര്യവാൻ രുദ്രാൻ യജേത. അപ്പോൾ അതിലത്തെ അന്വയാർത്ഥം സമ്പത്ത് ആഗ്രഹിക്കുന്നവൻ ദുർഗാദേവിയെയും, തേജസ് വേണ്ടവൻ അഗ്നിദേവനെയും, ധനം ആഗ്രഹിക്കുന്നവൻ അഷ്ടവസുക്കളെയും, വീര്യത്തെ ആഗ്രഹിക്കുന്നവൻ വീര്യവാനായിരിക്കുന്ന പ്രഭാവത്തോടെ വർത്തിക്കുന്ന രുദ്രന്മാരെയും ഉപാസിക്കണം. ഏകാദശ രുദ്രന്മാരുണ്ട്, 11 രുദ്രന്മാരുണ്ട്. ഏകാദശ രുദ്രന്മാരെയും ഉപാസിക്കണം എന്നാണ് പറയപ്പെടുന്നത്. അപ്പം അതിലത്തെ അർത്ഥം ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ ദുർഗാദേവിയെയും, തേജസ് ആഗ്രഹിക്കുന്നവൻ അഗ്നിദേവനെയും, ധനം ആഗ്രഹിക്കുന്നവൻ അഷ്ടവസുക്കളെയും, വീര്യം ആഗ്രഹിക്കുന്നവൻ രുദ്രന്മാരെയും ഉപാസിക്കണം. ഇവിടെ പറയണത് ഭഗവാൻ ശ്രീഹരി ഐശ്വര്യം ആഗ്രഹിക്കുന്നവൻ ശ്രീ ദുർഗാദേവിയെയും, പ്രഭാവത്തെ കാക്ഷിക്കുന്നവൻ അഗ്നിദേവനെയും, ധനം ആഗ്രഹിക്കുന്നവൻ അഷ്ടവസുക്കളെയും, വീര്യം ആഗ്രഹിക്കുന്നവൻ ശിരച്ഛേദം മുതലായ ഘോരകർമ്മങ്ങളെ ചെയ്യുവാനൊരുക്കമുള്ളവനായിട്ടുള്ള ആ രുദ്രന്മാരെയും ഭജിക്കണം. അത് ആ രുദ്രന്മാരുടെ ഗുണങ്ങളെ പറ്റിയിട്ട് അവിടെ പറയുന്നത് അർത്ഥം. അപ്പൊ അതിലത്തെ വ്യാഖ്യാനം നമുക്ക് നോക്കാം.
ശ്രീകാമോ ദുർഗാം ശ്രീകാമോ ദുർഗാ തേജസ്കാമോ ദുർഗാം തേജസ്കാമോ അഗ്നിം ശ്രീകാമം അതായത് ധനത്തിനെ ആഗ്രഹിക്കുന്നവർ ദുർഗയെ തേജസ്സിനെ ആഗ്രഹിക്കുന്നവർ തേജസ്കാമോ അഗ്നിം ദ്രവ്യകാമോ വസൂൻ സമ്പത്തിനെ ആഗ്രഹിക്കുന്നവൻ വസുക്കളെയും വീര്യകാമോ രുദ്രൻ വീര്യം ആഗ്രഹിക്കുന്നവൻ രുദ്രന്മാരെയും ഉപാസിക്കണം. അപ്പൊ ഒന്നുകൂടി പറയാം. ശ്രീകാമോ ദുർഗാം തേജസ്കാമോ അഗ്നിം ദ്രവ്യകാമോ വസൂൻ വീര്യകാമോ രുദ്രാൻ എന്നാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് നോക്കാം. അന്നാദ്യകാമസ്ത്വദിതിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമഃ സാധ്യാൻ സംസാധകോ വിശാം. അന്നാദ്യകാമസ്ത്വദിതിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമഃ സാധ്യാൻ സംസാധകോ വിശാം. അപ്പൊ ഇതിൽ പറയുന്നത് അന്നാദികളെ ഭക്ഷണം ആഗ്രഹിക്കുന്ന ആള് അതിഥിയെ ഉപാസിക്കണം. സ്വർഗകാമങ്ങള് സുഖം ആഗ്രഹിക്കുന്ന ആൾക്കാരെ അതിഥി സുതന്മാരെ ഉപാസിക്കണം. വിശ്വാൻ ദേവാൻ രാജ്യകാമഃ രാജ്യത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ആ വിശ്വദേവനെ ഉപാസിക്കണം. സാധ്യകാമങ്ങളെ ആഗ്രഹിക്കുന്ന ആൾ സ്വാധീനം ആഗ്രഹിക്കുന്ന ആളാണ്. സ്വാധീനം ആഗ്രഹിക്കുന്ന ആള് സ്വാധീനം ആഗ്രഹിക്കുന്ന ആള് സാധ്യദേവന്മാരെ ഉപാസിക്കണം എന്നാണ് പറയുന്നത്. അന്നാദ്യകാമസ്ത്വദിതിം സ്വർഗകാമോദിതേ സുതാൻ വിശ്വാൻ ദേവാൻ രാജ്യകാമ സാധ്യാൻ സംസാധകോ വിശാം. അന്നാദ്യകാമഃ തു നല്ല ഭക്ഷണം മുതലായവ ആഗ്രഹിക്കുന്നവൻ അതിഥിയെയും സ്വർഗകാമഃ സ്വർഗത്തെ കാക്ഷിക്കുന്നവൻ അതിഥേഹ സുതാൻ അതിഥിയുടെ പുത്രനെയും രാജ്യകാമഃ രാജ്യം ആഗ്രഹിക്കുന്നവൻ വിശ്വാൻ ദേവാൻ വിശ്വദേവന്മാരെയും വിശ്വാം സംസാധക രാജ്യത്തിൽ വിശ്വം സംസാധക രാജ്യത്തിൽ സ്വാധീനം ആഗ്രഹിക്കുന്നവൻ സാധ്യദേവന്മാരെയും ഉപാസിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇതിലത്തെ അന്വയം അന്നാദ്യകാമഃ തു അതിഥിം സ്വർഗകാമഃ അതിഥേഹ സുതാൻ രാജ്യകാമഃ വിശ്വാൻ ദേവാൻ വിശ്വാം സംസാധക സ്വാധീനം സാധ്യാൻ എന്നാണ് പറയുന്നത്. ഒന്നുകൂടി പറയാം. അന്നാദ്യകാമഃ തു അതിഥിം സ്വർഗകാമഃ അതിഥേഹ സുതാൻ രാജ്യകാമഃ വിശ്വാൻ ദേവാൻ വിശ്വം സംസാധക സ്വാധ്യാൻ. അതിനർത്ഥം നല്ല ഭക്ഷണം ആഗ്രഹിക്കുന്നവൻ അതിഥിയെയും സ്വർഗത്തെ കാക്ഷിക്കുന്നവൻ അതിഥിയുടെ പുത്രന്മാരെയും രാജ്യം ആഗ്രഹിക്കുന്നവൻ വിശ്വദേവന്മാരെയും രാജ്യത്തിലെ സ്വാധീനം ആഗ്രഹിക്കുന്നവൻ സാധ്യദേവന്മാരെയും ഉപാസിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ ഭക്ഷണം തുടങ്ങിയവ ആഗ്രഹിക്കുന്നവൻ അതിഥിയെയും സ്വർഗം ആഗ്രഹിക്കുന്നവൻ അതിഥിയുടെ പുത്രന്മാരെയും രാജ്യം ആഗ്രഹിക്കുന്നവൻ വിശ്വദേവന്മാരെയും രാജ്യത്തിൽ സ്വാധീനം ആഗ്രഹിക്കുന്നവൻ സാധ്യദേവന്മാരെയും ഉപാസിക്കണം. ഭക്ഷ്യാദി പദാർത്ഥങ്ങളെ ആഗ്രഹിക്കുന്നവൻ അതിഥിയെയും അതുപോലെ സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ അതിഥിപുത്രൻ ആയിട്ടുള്ള 12 ആദിത്യന്മാരെയും രാജ്യത്തെ ആഗ്രഹിക്കുന്നവൻ വിശ്വദേവന്മാരെയും ദേശത്തിലുള്ള ജനങ്ങൾ തൻ്റെ ചൊൽക്കീഴിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ സാധ്യന്മാരെന്ന ദേവന്മാരെയും ഉപാസിക്കണം എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ അന്നാദ്യ കാമോ അതിഥി അന്നാദികളെ കാമിക്കുന്നവരെ അതിഥി സ്വർഗകാമോ ദ്വാദശ സൂര്യൻ
സ്വർഗത്തെ ആഗ്രഹിക്കുന്നവൻ ആ 12 സൂര്യന്മാർ, 12 സൂര്യൻ, 12 സൂര്യന്മാർ. രാജ്യകാമോ വിശ്വൻ, രാജ്യത്തെ കാമിക്കുന്നവര് ആ ദേവന്, വിശ്വാൻ ദേവൻ, വിശ്വത്തിന്റെ ദേവന്. ദേശസ്ഥ പ്രജാനാം സ്വാധീനതാം ഇച്ഛൻ, ആ ദേശത്തിലുള്ള സ്വന്തം പ്രജകളെ സ്വാധീനത്തിൽ കൊണ്ടുവരാൻ ഇച്ഛിക്കുന്നവൻ സാധ്യാൻ, സാധ്യാന്മാരായിട്ടുള്ള ദേവന്മാരെയും യജിക്കണം എന്ന് പറയുന്നു. ഒന്നുകൂടി പറയാം. അന്നാദ്യ കാമോദിതിം സ്വർഗകാമോ 12 സൂര്യാൻ രാജ്യകാമോ വിശ്വാൻ ദേവാൻ ദേശസ്ഥ പ്രജാനാം സ്വാധീനതാം ഇച്ഛൻ സാധ്യാൻ. അടുത്ത ശ്ലോകം. ആയുഷ്കാമോശ്വിനൗ ദേവൗ പുഷ്ടികാമ ഇളാം യജേൽ പ്രതിഷ്ഠാകാമ പുരുഷോ രോദസീ ലോകമാതരൗ. ആയുഷ്കാമോ അശ്വിനൗ ദേവൗ, ആയുസിനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ അശ്വിനി ദേവന്മാരെ ഉപാസിക്കുന്നു. പുഷ്ടികാമഹ, അഭിവൃദ്ധി ആഗ്രഹിക്കുന്ന ആൾക്കാര് ഇള, ആ ഭൂമിദേവിയെ യജേൽ ഉപാസിക്കുന്നു. പ്രതിഷ്ഠാകാമഹ, സ്വന്തം സ്ഥിതിക്ക് കോട്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരെ, പുരുഷൻ ആഗ്രഹിക്കുന്നവൻ ലോകമാതരവും, ലോകമാതാക്കളെ രോദസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശം, പൃഥ്വി ഇവകളെയും യജിക്കുന്നു, ഉപാസിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഒന്നുകൂടി പറയാം. ആയുഷ്കാമോ ശ്വിനൗ ദേവൗ പുഷ്ടികാമ ഇളാം യജേൽ പ്രതിഷ്ഠാകാമഹ പുരുഷോ രോദസീ ലോകമാതരൗ. ആയുഷ്കാമഹ, അതിലത്തെ പദങ്ങൾ. ആയുഷ്കാമഹ ദീർഘായുസ് ആഗ്രഹിക്കുന്നവൻ, അശ്വിനൗ ദേവൗ അശ്വിനി ദേവന്മാരെയും, പുഷ്ടികാമഹ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവൻ, ഇളാം ആ ഭൂമിദേവിയെയും, പ്രതിഷ്ഠാകാമഹ പുരുഷ ആ സ്വന്തം സ്ഥിതിക്ക് കോട്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്നവൻ, ലോകമാതരൗ ആ ലോകത്തിന്റെ മാതാക്കളായിട്ടുള്ള രോദസി ദ്യൗ പൃഥ്വികളെയും യജേത് ഉപാസിക്കണം. എന്നുകൂടി പറയാം. ആയുഷ്കാമഹ ദീർഘായുസ് ആഗ്രഹിക്കുന്നവൻ, അശ്വിനൗ ദേവൗ അശ്വിനി ദേവന്മാരെയും, പുഷ്ടികാമഹ അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവൻ, ഭൂമിദേവിയെയും, പ്രതിഷ്ഠാകാമഹ പുരുഷ സ്വന്തം സ്ഥിതിക്ക് കോട്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്നവൻ, ലോകമാതരൗ ലോകത്തിന്റെ മാതാക്കളായിട്ടുള്ള രോദസി ദ്യൗവാ പൃഥ്വി യജേത് ഉപാസിക്കണം. അതിലത്തെ അന്വയം. ആയുഷ്കാമഹ അശ്വിനൗ ദേവൗ പുഷ്ടികാമഹ ഇളാം പ്രതിഷ്ഠാകാമഹ ലോകമാതരൗ പ്രതിഷ്ഠാകാമഹ പുരുഷ ലോകമാതരൗ രോദസീ യജേത്. ഒന്നും കൂടി പറയാം. ആയുഷ്കാമഹ അശ്വിനൗ ദേവൗ പുഷ്ടികാമഹ ഇളാം പ്രതിഷ്ഠാകാമഹ ലോകമാതരൗ പ്രതിഷ്ഠാകാമഹ പുരുഷ ലോകമാതരൗ രോദസീ യജേത്. അപ്പം ഇതിൻ്റെ അന്വയാർത്ഥം. ആ ദീർഘായുസ് ആഗ്രഹിക്കുന്നവൻ അശ്വിനി ദേവന്മാരെയും, അഭിവൃദ്ധി ആഗ്രഹിക്കുന്നവൻ ഭൂമിദേവിയെയും, സ്വന്തം സ്ഥിതിക്ക് കോട്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്നവൻ ലോകത്തിന്റെ മാതാക്കളായിട്ടുള്ള ആ ദ്യൗ പൃഥ്വി ഇവകളെയും യജേത് ഉപാസിക്കണം. ഇപ്രകാരം ഉള്ള ആ ഉപാസനയെ പറ്റിയിട്ട്, കാമ്യ ഉപാസനകളെ പറ്റിയിട്ട് ഇവിടെ പറയുന്നു. അപ്പം ദീർഘായുസ് ആഗ്രഹിക്കുന്നവൻ അശ്വിനി ദേവന്മാരെയും, ദേഹപുഷ്ടി ആഗ്രഹിക്കുന്നവൻ ഭൂമിദേവിയെയും യജിക്കണം. ഉറച്ച നില ആഗ്രഹിക്കുന്നവൻ ലോകങ്ങളുടെ പിതാക്കളായിട്ടുള്ള ഭൂമിയെയും ദ്യോവിനെയും യജിക്കണം, ഉപാസിക്കണം എന്നർത്ഥം. ഇവിടെ പറയുന്നത് ദീർഘായുസിനെ ആഗ്രഹിക്കുന്നവൻ അശ്വിനി ദേവന്മാരെയും, അഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവൻ ഭൂമിദേവിയെയും, സ്ഥാനത്തിൽ നിന്ന് താഴ്ച വരാതെ സ്ഥിരപ്രതിഷ്ഠയെ ആഗ്രഹിക്കുന്നവൻ ലോകമാതാപിതാക്കന്മാരുമായിരിക്കുന്ന ദ്യൗ പൃഥ്വി ഇവകളെയും യജിക്കണം. അതിലത്തെ അപ്പോൾ ആ വ്യാഖ്യാനം നോക്കാം നമുക്ക്. ആയുഷ്കാമോ ശ്വിനോ ആയുസിനെ ആഗ്രഹിക്കുന്നവൻ അശ്വിനി ദേവന്മാരെ,
പുഷ്ടികാമഹ പൃഥിവി, അഭിവൃദ്ധിയെ കാക്ഷിക്കുന്നവൻ പൃഥിവിയെയും. പ്രതിഷ്ഠാകാമഹ, സ്ഥിര സ്വസ്ഥിതിയെ കാമിക്കുന്ന ആൾക്കാർ ദ്യാ വാ പൃഥിവ്യൗ, ദ്യോവിനെയും പൃഥിവിയെയും ഉപാസിക്കുന്നു എന്നർത്ഥം. അപ്പൊ ഒന്നുകൂടി പറയാം. ആയുഷ്കാമോശ്വിനോ പുഷ്ടികാമ പൃഥിവീം പ്രതിഷ്ഠാകാമോ ദ്യാവാ പൃഥിവ്യൗ ഉള്ളതാണ് അതിലത്തെ അവ്യാഖ്യാനം. അപ്പൊ അടുത്ത 6ാമത്തെ ശ്ലോകം. രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോ അപ്സര ഉർവശീം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം. എന്നുകൂടി പറയാം. രൂപാഭികാമോ ഗന്ധർവാൻ സ്ത്രീകാമോ അപ്സര ഉർവശീം ആധിപത്യകാമ സർവേഷാം യജേത പരമേഷ്ഠിനം. അവ സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആൾക്കാരെ രൂപാഭികാമം സൗന്ദര്യത്തെ ആഗ്രഹിക്കുന്ന ആൾക്കാര് ഗന്ധർവന്മാരെ ഉപാസിക്കണം. സ്ത്രീകളെ കാക്ഷിക്കുന്ന ആൾക്കാരെ അപ്സര, ഉർവശി തുടങ്ങിയിട്ടുള്ള അപ്സരകളെ ഉപാസിക്കണം. ആധിപത്യകാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവ ആധിപത്യവും ആഗ്രഹിക്കുന്ന ആൾക്കാര് ബ്രഹ്മാവിനെ, സർവേഷാം പരമേഷ്ഠിന, എല്ലാ ആധിപത്യവും ആഗ്രഹിക്കുന്ന ആൾക്കാര് ബ്രഹ്മാവിനെ, പരമേഷ്ഠിനം എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ആ ബ്രഹ്മാവിനെയും ഉപാസിക്കണം എന്നർത്ഥം. അപ്പൊ അതിലത്തെ അന്വയം നോക്കാം. രൂപാഭികാമഹ ഗന്ധർവാൻ സ്ത്രീകാമഹ അപ്സര ഉർവശീം സർവേഷാം പരമേഷ്ഠിനഃ യജേത. ഒന്നുകൂടി പറയാം. രൂപാഭികാമഹ ഗന്ധർവാൻ സ്ത്രീകാമഹ അപ്സര ഉർവശീം സർവേഷാം ആധിപത്യകാമഹ പരമേഷ്ഠിനം യജേത. അതിൻ്റെ അർത്ഥം ആ സൗന്ദര്യം ആഗ്രഹിക്കുന്നവൻ ഗന്ധർവന്മാരെയും സ്ത്രീകളെ ആഗ്രഹിക്കുന്നവൻ ഉർവശി തുടങ്ങിയിട്ടുള്ള അപ്സരസ്ത്രീയെയും ആധിപത്യകാമഹ സർവ ആധിപത്യം ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാവിനെയും ഉപാസിക്കണം എന്ന് പറയുന്നു. അപ്പൊ സൗന്ദര്യം ആഗ്രഹിക്കുന്നവൻ ഗന്ധർവന്മാരെയും സ്ത്രീയെ ആഗ്രഹിക്കുന്നവൻ അപ്സരസായ ഉർവശിയെയും സർവാധിപത്യം ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാവിനെയും യജിക്കണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സൗന്ദര്യം അധികം ഉണ്ടാകണമെന്ന് ആശിക്കുന്നവർ ഗന്ധർവന്മാരെയും സ്ത്രീയെ ആഗ്രഹിക്കുന്നവൻ അപ്സര സ്ത്രീയായ ഉർവശിയെയും എല്ലാവർക്കും അധിപനായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മാവിനെയും പൂജിക്കണം. അപ്പൊ അതിലത്തെ വ്യാഖ്യാനം. രൂപകാമോ ഗന്ധർവാൻ, രൂപം സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആള് ഗന്ധർവന്മാരെ, സ്ത്രീകാമഹ ഉർവശിയെ, സർവേഷാം ആധിപത്യകാമഹ എല്ലാത്തിൻ്റെയും ആധിപത്യം കാമിക്കുന്ന ആള് പരമേഷ്ഠിനം ബ്രഹ്മാവിനെയും ഉപാസിക്കണം. ഇതാണ് ആ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 7ാമത്തെ ശ്ലോകം നോക്കാം. യജ്ഞം യജേത് യശസ്കാമഹ കോശകാമഹ പ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാംസതീം. ഒന്നും കൂടെ പറയാം. യജ്ഞം യജേത് യശസ്കാമഹ കോശകാമഹ പ്രചേതസം വിദ്യാകാമസ്തു ഗിരിശം ദാമ്പത്യാർത്ഥ ഉമാംസതീം. സത്കീർത്തി ആഗ്രഹിക്കുന്നവൻ, യശസ്കാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്കീർത്തി ആഗ്രഹിക്കുന്നവൻ ആ യജ്ഞങ്ങൾ ചെയ്യണം. കോശകാമഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനസമ്പത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാര് പ്രചേതസ്സുകളെ, വരുണൻ തുടങ്ങിയിട്ടുള്ള പ്രചേതസ്സുകളെ. വിദ്യാകാമഹ വിദ്യ ആഗ്രഹിക്കുന്ന ആൾക്കാരാവട്ടെ ഗിരിശം ശിവനെ. ദാമ്പത്യാർത്ഥ ഉമാംസതിം ദാമ്പത്യ സുഖം സൗഖ്യം കാക്ഷിക്കുന്നവര് ആ ഉമാമഹേശ്വരനെ, ശ്രീപാർവതിയെ, ദാമ്പത്യാർത്ഥം ഉമാംസതിം ശ്രീപാർവതിയെ ഉപാസിക്കണം എന്നർത്ഥം. അപ്പം അതിലത്തെ പദങ്ങൾ നോക്കാം. യശസ്കാമഹ സൽകീർത്തി ആഗ്രഹിക്കുന്നവൻ യജ്ഞത്തെയും, കോശകാമഹ ധനസമ്പത്ത് ആഗ്രഹിക്കുന്നവൻ പ്രചേതസം വരുണനെയും, വിദ്യാകാമഹതു വിദ്യ വേണ്ടവൻ ഗിരിശം ശിവനെയും, ദാമ്പത്യം സൗഖ്യം കാക്ഷിക്കുന്നവരെ സതീം സാധ്വിയായ ഉമാം ശ്രീപാർവതിയെയും യജേത് ഉപാസിക്കണം. ഒന്നുകൂടി പറയാം. യശസ്കാമഹ സൽകീർത്തി ആഗ്രഹിക്കുന്നവൻ യജ്ഞത്തെയും, കോശകാമഹ ധനസമ്പത്ത് ആഗ്രഹിക്കുന്നവൻ പ്രചേതസം വരുണനെയും,
വിദ്യാകാമഹ തു വിദ്യ വേണ്ടവൻ ഗിരിശം ശിവനെയും ദാമ്പത്യ സൗഖ്യം കാക്ഷിക്കുന്നവൻ സതീം സാധ്വിയായിട്ടുള്ള ഉമാം ശ്രീ പാർവതിയെയും യജേത് ഉപാസിക്കണം. അപ്പോൾ അതിലത്തെ അന്വയം യശസ്കാമഹ യജ്ഞം കോശകാമഹ പ്രചേതസം വിദ്യാകാമഹ ഗിരിശം ദാമ്പത്യാർത്ഥ സതീം ഉമാം യജേത്. എന്നുകൂടി പറയാം. യശസ്കാമഹ യജ്ഞം കോശകാമഹ പ്രചേതസം വിദ്യാകാമഹ തു ഗിരിശം ദാമ്പത്യാർത്ഥ സതീം ഉമാം യജേത്. അതായത് സൽകീർത്തി ആഗ്രഹിക്കുന്നവൻ യജ്ഞനെയും ധനസമ്പത്ത് ആഗ്രഹിക്കുന്നവൻ പ്രചേതസ്സുകളായിട്ടുള്ള വരുണനെയും വിദ്യ വേണ്ടവൻ ശിവനെയും ദാമ്പത്യ സൗഖ്യം കാക്ഷിക്കുന്നവർ സാധ്വിയായ ശ്രീപാർവതിയെയും ഉപാസിക്കണം. എന്നുകൂടി പറയാം. സൽകീർത്തി ആഗ്രഹിക്കുന്നവൻ യജ്ഞനെയും ധനസമ്പത്ത് ആഗ്രഹിക്കുന്നവൻ വരുണനെയും വിദ്യ വേണ്ടവൻ ശിവനെയും ദാമ്പത്യ സൗഖ്യം കാക്ഷിക്കുന്നവൻ സാധ്വിയായ ആ ശ്രീപാർവതിയെയും ഉപാസിക്കണം. സൗന്ദര്യം ആഗ്രഹിക്കുന്ന ആള് ഗന്ധർവന്മാരെയും സ്ത്രീയെ ആഗ്രഹിക്കുന്ന അത് പറഞ്ഞു. സ്ത്രീകളെ ആഗ്രഹിക്കുന്ന അപ്സരസായ ഉർവശിയെയും സർവാധിപത്യ ബ്രഹ്മാവിനെ യോജിക്കണം എന്നു. പിന്നെ കീർത്തി ആഗ്രഹിക്കുന്നവൻ യജ്ഞോപാധിയായിട്ടുള്ള വിഷ്ണുവിനെ, ധനം ആഗ്രഹിക്കുന്നവൻ വരുണനെ, വിദ്യ ആഗ്രഹിക്കുന്നവൻ പരമേശ്വരനെ, ദമ്പതികളുടെ അന്യോന്യ പ്രേമം ആഗ്രഹിക്കുന്നവൻ പാർവതീദേവിയെയും ഉപാസിക്കണം എന്ന് പറഞ്ഞു. സൽകീർത്തിയെ ആഗ്രഹിക്കുന്നവൻ യജ്ഞമൂർത്തി ആയ ആ ശ്രീഹരിയെയും ഭണ്ഡാരം വർദ്ധിച്ചു വരണമെന്ന ആവശ്യമുള്ളവൻ വരുണദേവനെയും വിദ്യാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവൻ ശ്രീപരമേശ്വരനെയും ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യമുള്ള മനസ്സുഖത്തെ ആഗ്രഹിക്കുന്നവൻ ശ്രീപാർവതിയായിട്ടുള്ള ഉമാദേവിയെയും ഭജിക്കണം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പം അതിലത്തെ വ്യാഖ്യാനം ഒരു യശസ്കാമോ യജ്ഞം, ആ യശസ്സിനെ ആഗ്രഹിക്കുന്നവൻ യജ്ഞം ചെയ്യണം. കോശകാമോ വരുണം, ധനം ആഗ്രഹിക്കുന്നവൻ ആ വരുണൻ. വിദ്യാകാമഹ ശിവം, വിദ്യയെ ആഗ്രഹിക്കുന്നവൻ ശിവനെ. ദാമ്പത്യപ്രീതികാമ ഉമാം, ദാമ്പത്യപ്രീതിക്ക് വേണ്ടിയിട്ട് ആ പാർവതിയെ ഉപാസിക്കണം. അപ്പം യശസ്കാമോ യജ്ഞം കോശകാമോ വരുണം വിദ്യാകാമ ശിവം ദാമ്പത്യപ്രീതികാമം ഉമാം. ഇതാണ് ആ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം പറയുന്നത്. അപ്പോൾ എട്ടാമത്തെ ശ്ലോകം ധർമാർത്ഥ ഉത്തമ ശ്ലോകം തന്തും തന്വൻ പിതॄൻ യജേ രക്ഷാകാമഃ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ. ധർമാർത്ഥ ഉത്തമ ശ്ലോകം തന്തും തന്വൻ പിതॄൻ യജേ രക്ഷാകാമഃ പുണ്യജനാൻ ഓജസ്കാമോ മരുദ്ഗണാൻ. ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ ആ ഉത്തമ ശ്ലോകനായിരിക്കുന്ന വിഷ്ണുവിനെ, തന്തും വംശാഭിവൃദ്ധിയെ തന്വൻ ആഗ്രഹിക്കുന്നവൻ, വംശാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും, രക്ഷാകാമഹ രക്ഷാ ബാധകൾ കൂടാതിരിപ്പാൻ പുണ്യജനങ്ങളെയും യക്ഷന്മാരെയും നിർത്തും. ഓജസ്കാമഹ ബലം വേണ്ട ആൾക്കാര് മരുത്തുക്കളെയും ഉപാസിക്കണം. അപ്പോൾ ധർമാർത്ഥ ഉത്തമ ശ്ലോകം, ധർമാർത്ഥ എന്ന് പറഞ്ഞാൽ ധർമ്മത്തെ അർത്ഥിക്കുന്നവൻ, ഉത്തമ ശ്ലോകം വിഷ്ണുവിനെയും, തന്തും വംശാഭിവൃദ്ധിയെ തന്വൻ ആഗ്രഹിക്കുന്നവൻ, പിതൃക്കളെയും, രക്ഷാകാമഹ ബാധകൾ കൂടാതിരിപ്പാൻ പുണ്യജനാൻ യക്ഷന്മാരെയും, ഓജസ്കാമഹ ബലം വേണ്ടവൻ മരുദ്ഗണാൻ മരുത്തുക്കളെയും യജേത് ഉപാസിക്കണം. ഒന്നുകൂടി പറയാം. അതിലത്തെ പദങ്ങളുടെ അർത്ഥം ധർമാർത്ഥ ധർമ്മത്തെ ആഗ്രഹിക്കുന്നവൻ, ഉത്തമ ശ്ലോകം വിഷ്ണുവിനെയും, തന്തും വംശാഭിവൃദ്ധിയെ തന്വൻ ആഗ്രഹിക്കുന്നവൻ ആ പിതൃക്കളെയും, രക്ഷാകാമഹ ബാധകൾ കൂടാതിരിപ്പാൻ പുണ്യജനാൻ യക്ഷന്മാരെയും, ഓജസ്കാമഹ ബലം വേണ്ടവൻ മരുദ്ഗണാൻ മരുത്തുക്കളെയും യജേ ഉപാസിക്കണം. അതിലത്തെ അന്വയം
ധർമാർത്ഥഃ ഉത്തമശ്ലോകം തന്തും തന്വൻ പിതॄൻ രക്ഷാകാമഃ പുണ്യജനാൻ ഓജസ്കാമഃ മരുദ്ഗണാൻ യജേത്. ഒന്നും കൂടി പറയാം. ധർമാർത്ഥഃ ഉത്തമശ്ലോകം തന്തും തന്വൻ പിതॄൻ രക്ഷാകാമഃ പുണ്യജനാൻ ഓജസ്കാമഃ മരുദ്ഗണാൻ യജേത്. അതിൻ്റെ അന്വയാർത്ഥം: ധർമ്മത്തെ അർത്ഥിക്കുന്നവൻ വിഷ്ണുവിനെയും വംശാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും ബാധകൾ കൂടാതിരിപ്പാൻ യക്ഷന്മാരെയും ബലം വേണ്ടവൻ മരുത്തുക്കളെയും ഉപാസിക്കണം. എന്നുകൂടി പറയാം. ധർമ്മത്തെ അർത്ഥിക്കുന്നവൻ വിഷ്ണുവിനെയും വംശാഭിവൃദ്ധിയെ ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും ബാധകൾ കൂടാതിരിപ്പാൻ യക്ഷന്മാരെയും ബലം വേണ്ടവൻ ആ മരുത്തുക്കളെയും ഉപാസിക്കണം. ഉപാസിക്കണം. അപ്പോഴത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ധർമ്മം ആഗ്രഹിക്കുന്നവൻ ഉത്തമകീർത്തിയായിട്ടുള്ള ആ വിഷ്ണുവിനെയും സന്താനം ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും ബാധാതിവൃത്തി ആഗ്രഹിക്കുന്നവൻ യക്ഷന്മാരെയും ബലം ആഗ്രഹിക്കുന്നവൻ മരുത്തുക്കളെയും യജിക്കണം. ഇതെല്ലാം പറഞ്ഞിരിക്കണം. നോക്കാം. ദീർഘായുസിനെ പറഞ്ഞു. സൗന്ദര്യം, ധർമ്മം അധികരിച്ചു വരണമെന്ന ആശയുള്ളവൻ ശ്രേഷ്ഠങ്ങളായിട്ടുള്ള പ്രവൃത്തികളെ ചെയ്തിട്ട് ഉത്തമശ്ലോകൻ എന്നുള്ള നാമധേയത്തെ ധരിച്ച വിഷ്ണുവിനെയും വംശവിച്ഛിത്തി വരാതെ ആഗ്രഹിക്കുന്നവൻ പുണ്യജനങ്ങളെയും ഓജസ്സിനെ കാംക്ഷിക്കുന്നവൻ മരുദ്ഗണങ്ങളെയും പൂജിക്കണം. പദത്തെ വ്യാഖ്യാനം: ധനകാമോ വിഷ്ണു, ധനത്തെ ആഗ്രഹിക്കുന്നവൻ വിഷ്ണുവിനെയും, പുത്രകാമ സന്താനത്തെ ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും, ബാധാനിവൃത്തികാമോ ബാധകളില്ലാതിരിക്കാൻ യക്ഷന്മാരെയും, ബലകാമോ ബലം ഉണ്ടാവാൻ മരുത്തുക്കളെയും ഉപാസിക്കണം എന്ന് പറയുന്നു. ധനകാമോ വിഷ്ണു, പുത്രകാമ പിതൃൻ, ബാധാനിവൃത്തികാമോ യക്ഷാൻ, ബലകാമോ മരുദ്ഗണാൻ. അപ്പോൾ അടുത്ത 9ാമത്തെ ശ്ലോകം: രാജ്യകാമോ മനൂൻ ദേവാൻ നിഋതിം ത്വഭിചരൻ യജേൽ, കാമകാമോ യജേൽ സോമം അകാമ പൂരുഷം പരം. എന്നുകൂടി പറയാം. രാജ്യകാമോ മനൂൻ ദേവാൻ, രാജ്യകാമോ മനൂൻ ദേവാൻ നിഋതിം ത്വഭിചരന്യജേൽ, കാമകാമോ യജേൽ സോമം അകാമോ പുരുഷ പരം. രാജ്യത്തെ ആഗ്രഹിക്കുന്ന ആള്, രാജ്യകാമൻ ആഗ്രഹിക്കുന്ന ആള് മനുക്കളായിട്ടുള്ള ദേവന്മാരെ ഉപാസിക്കണം. അഭിചരൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കളെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവൻ, ശത്രുനാശം കാക്ഷിക്കുന്നവൻ. ത്വഭിചരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശത്രുനാശം കാക്ഷിക്കുന്നവൻ. നിഋതി എന്ന് പറയുന്നത് ഒരു ധർമ്മരാജാവിൻ്റെ ഒരു അവസ്ഥയാണ് നിഋതി. ആ നിഋതിയെയും കാലനെ യജേത് ഉപാസിക്കണം. കാമകാമഃ കാമം എന്ന പുരുഷാർത്ഥത്തെ കാക്ഷിക്കുന്നവൻ സോമനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്രനെ യജേത് ഉപാസിക്കണം. അകാമഃ വിരക്തനായിട്ടുള്ള ആൾക്കാരെ പരംപുരുഷം സർവോപരിവർത്തിക്കുന്ന ഈശ്വരനെ ഉപാസിക്കണം. അപ്പോൾ രാജ്യകാമഃ രാജ്യത്തെ ആഗ്രഹിക്കുന്നവൻ മനൂൻ ദേവാൻ മനുക്കളായിട്ടുള്ള ദേവന്മാരെയും, അഭിചരൻ ശത്രുനാശം കാക്ഷിക്കുന്നവൻ നിഋതിയെയും കാലനെ യജേത് ഉപാസിക്കണം. കാമകാമഃ കാമമെന്ന ആ പുരുഷാർത്ഥത്തെ കാക്ഷിക്കുന്നവൻ സോമനെ യജേത് ഉപാസിക്കണം. അകാമഃ വിരക്തനായിട്ടുള്ള ആൾക്കാർ പരംപുരുഷം സർവോപരി വർത്തിക്കുന്ന ആ ഈശ്വരനെ ഉപാസിക്കണം എന്നർത്ഥം. അപ്പോൾ അതിലത്തെ ആ അന്വയം: രാജ്യകാമഃ മനൂൻ ദേവാൻ അഭിചരൻ നിഋതിം തു യജേത്, കാമകാമഃ സോമം യജേത്, അകാമഃ പരംപുരുഷം യജേത്. എന്നുകൂടി പറയാം. രാജ്യകാമഃ മനൂൻ ദേവാൻ അഭിചരൻ നിഋതിം തു യജേത്, കാമകാമഃ സോമം യജേത്, അകാമഃ പരംപുരുഷം. അപ്പോൾ ഇതിൻ്റെ അന്വയാർത്ഥം: ആ രാജ്യത്തെ ആഗ്രഹിക്കുന്നവൻ മനുക്കളായ ദേവന്മാരെയും ശത്രുനാശം കാക്ഷിക്കുന്നവൻ നിഋതിയെയും ഉപാസിക്കണം.
കാമം എന്ന പുരുഷാർത്ഥത്തെ കാക്ഷിക്കുന്നവൻ ആ സോമൻ എന്ന സോമനെയും ഉപാസിക്കണം. വിരക്തനായിട്ടുള്ള ആള് ആ സർവോപരി വർത്തിക്കുന്ന ഈശ്വരനെയും ഉപാസിക്കണം എന്ന് പറയുന്നു. രാജ്യം ആഗ്രഹിക്കുന്നവൻ മനുക്കളെയും ദേവന്മാരെയും, ശത്രുനാശം ആഗ്രഹിക്കുന്നവൻ നിറുതിയെയും, ഭോഗം ആഗ്രഹിക്കുന്നവൻ ചന്ദ്രനെയും, ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ പരമപുരുഷനായിട്ടുള്ള ഭഗവാനെയും ഉപാസിക്കണം എന്ന് പറയുന്നു. രാജ്യത്തിൽ രാജാവായിരിക്കണമെന്ന് ആഗ്രഹമുള്ളവൻ മന്വന്തരങ്ങളെ പരിപാലിക്കുന്ന ആ ദേവന്മാരെയും, ശത്രുക്കൾ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ വരുണനെയും, ഭോഗങ്ങളെ ആഗ്രഹിക്കുന്നവൻ ചന്ദ്രനെയും, ഒന്നിലും ആഗ്രഹമില്ലാത്തവൻ പ്രകൃതിയിൽ നിന്ന് വിട്ടിരിക്കുന്ന ഈശ്വരനെയും പൂജിക്കണം. പ്രകൃതിയിൽ നിന്ന് വിട്ടിരിക്കുന്ന ഈശ്വരൻ എന്ന ശക്തിയിൽ നിന്നും അപ്പുറത്തുള്ള ആ ഈശ്വര ചൈതന്യത്തെ ആരാധിക്കണം എന്ന്, ഉപാസിക്കണം എന്ന് ഇവിടെ പറയുന്നു. അതുപോലത്തെ എന്താണ് വ്യാഖ്യാനം, രാജ്യകാമോ മനുൻ, രാജ്യം ആഗ്രഹിക്കുന്ന ആൾക്കാർ മനുക്കളെ, ശത്രുവധകാമോ, ശത്രുവധം ആഗ്രഹിക്കുന്ന ആൾക്കാർ രാക്ഷസന്മാരെ, അതാണ് നിർവൃതി എന്ന് പറഞ്ഞ രാക്ഷസൻ, കാലനല്ല രാക്ഷസന്മാരെയും, വിഷയകാമഹ, കാമങ്ങളെ ആഗ്രഹിക്കുന്ന ആൾക്കാര് യക്ഷന്മാരെ, ശത്രുവധ കാമോ രാക്ഷസം, വിഷയകാമഹ വൈരാഗ്യകാമോ വിഷ്ണുൻ. ആ വിഷയവിരക്തി ഉള്ള ആൾക്കാര് ആ വിഷ്ണുവിനെയും ആശ്രയിക്കണം എന്നത്. രാജ്യകാമോ മനുൻ, ശത്രുവധകാമോ രാക്ഷസം, വിഷയകാമഹ വൈരാഗ്യകാമോ വിഷ്ണു. ആ വിഷ്ണുവിനെ ഭജിക്കണം, ഉപാസിക്കണം എന്ന് പറയുന്നത്. നിർവൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാക്ഷസൻ എന്നുള്ള അർത്ഥം. അപ്പോ ആ ബ്രഹ്മതേജസ്സിനെ ഇച്ഛിക്കുന്നവൻ വേദാധിപതിയായിട്ടുള്ള ബ്രഹ്മദേവനെ ഉപാസിക്കണം, ബൃഹസ്പതിയെ. ഇന്ദ്രിയപ്രീതി ആഗ്രഹിക്കുന്നവൻ ഇന്ദ്രനെയും, സന്താന സൗഖ്യം കാമിക്കുന്നവൻ പ്രജാപതികളെയും ഉപാസിക്കണം. ഐശ്വര്യത്തെ കാക്ഷിക്കുന്നവൻ മായാദേവിയെയും, പ്രഭാവത്തെ കാക്ഷിക്കുന്നവൻ അഗ്നിയെയും, ധനം ആഗ്രഹിക്കുന്നവൻ വസുക്കളെയും, വീര്യത്തെ കാമിക്കുന്നവൻ വീര്യത്തോടു കൂടിയവനായിട്ടുള്ള രുദ്രന്മാരെയും, അന്നാദി ഭക്ഷ്യപേയ വസ്തുക്കളെ കാക്ഷിക്കുന്നവൻ അതിഥിയെയും, സ്വർഗത്തെ കാമിക്കുന്നവൻ അതിഥിയുടെ പുത്രന്മാരെയും, രാജ്യാധിപത്യം കാമിക്കുന്നവൻ വിശ്വദേവന്മാരെയും, പ്രാദേശികമായ സ്വാധീനം സമുദായത്തിൽ ഉന്നത സ്ഥാനം കാമിക്കുന്നവൻ സാധ്യന്മാരെയും, ദീർഘായുസ് കാമിക്കുന്നവൻ അശ്വിനീ ദേവതകളെയും, അഭിവൃദ്ധി ധനധാന്യാദി കാമിക്കുന്നവൻ ഭൂമിയെയും, സ്ഥിരതയെ കാമിക്കുന്നവൻ ലോകത്തിന്റെ പിതാക്കന്മാരായിട്ടുള്ള ദ്യൗവ്യാപൃഥ്വികളെയും, ഭൂമിയും അന്തരീക്ഷവും, രൂപസൗന്ദര്യം ആഗ്രഹിക്കുന്നവൻ ഗന്ധർവന്മാരെയും, സ്ത്രീകളെ കാക്ഷിക്കുന്നവൻ അപ്സരശ്രേഷ്ഠയായ ഉർവശിയെയും, സർവാധിപത്യം ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മദേവനെയും, യശസ്സിനെ കാമിക്കുന്നവൻ യജ്ഞമൂർത്തിയെയും, കോശം ഭണ്ഡാരം ധനസമ്പത്ത് ആഗ്രഹിക്കുന്നവൻ വരുണനെയും, വിദ്യയെ ആഗ്രഹിക്കുന്നവൻ ശിവനെയും, ദാമ്പത്യസുഖം ആഗ്രഹിക്കുന്നവൻ പതിവ്രതാരത്നമായ ശ്രീപാർവതിയെയും, ധർമ്മത്തെ കാക്ഷിക്കുന്നവൻ ഉത്തമശ്ലോകനെയും, വംശത്തിന്റെ നിലനിൽപ്പ് ആഗ്രഹിക്കുന്നവൻ പിതൃക്കളെയും, ആപത്തുകളിൽ നിന്ന് സംരക്ഷണം കാക്ഷിക്കുന്നവൻ പുണ്യജനങ്ങളെയും, യക്ഷന്മാരെ അർത്ഥം, ഓജസ്സിനെ കാക്ഷിക്കുന്നവൻ മരുദ്ഗണങ്ങളെയും, രാജ്യത്തെ ആഗ്രഹിക്കുന്നവൻ മനുക്കളെയും, ആഭിചാരം ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവൻ നിറുതിയെയും, കാമമെന്ന പുരുഷാർത്ഥം ഇച്ഛിക്കുന്നവൻ സോമനെയും, യാതൊരു ആഗ്രഹവും ഉദ്ദേശവുമില്ലാത്തവൻ പുരുഷോത്തമനെയും യജിക്കണം എന്ന് അനുശാസിക്കുന്നു. ബ്രഹ്മവർച്ചസ് എന്നാൽ വേദശ്രവണം, വേദാധ്യയനം ഇത്യാദികളാൽ സിദ്ധിക്കുന്ന ദിവ്യ തേജസ് എന്നാണ് അർത്ഥം വരുന്നത്. വേദസൂക്തങ്ങളുടെ ഓരോ കാര്യസാധ്യത്തിനായി ഓരോ ദേവതകളോട് ചെയ്യുന്ന പ്രാർത്ഥനകളെയാണ് സകാമോപാസന എന്ന് പറയുന്നത്. ബൃഹസ്പതയെ അതീയധൈര്യോ അർഹാദ്യുമദ്വിഭാതി ക്രതും അജ്ജനേഷു യദ്ദീയച്ഛവസഃ ഋതപ്രജാത തദസ്മാസു ദ്രവിണം ധേഹി ചിത്രം എന്ന ഋഗ്വേദ സൂക്തങ്ങളിൽ, അല്ലയോ ബൃഹസ്പതേ, ഞങ്ങൾക്ക്
വർച്ചസ്വരൂപമായിട്ട് ഉള്ള ധനം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയുണ്ട്. ധനത്തിന് ആത്മവീര്യം എന്നും ബ്രഹ്മതേജസ്, ജ്ഞാനപ്രകാരം ഇത്യാദി അർത്ഥങ്ങളുണ്ട്. ധനത്തിന് ആത്മവീര്യം, ബ്രഹ്മതേജസ് എന്ന് ജ്ഞാനപ്രകാശം, ഇങ്ങനെയുള്ള അർത്ഥങ്ങളുണ്ട്. ബൃഹസ്പതിയും ബ്രഹ്മണസ്പതിയും ഒന്ന് തന്നെയാണ്. പിന്നെ ബൃഹസ്പതി ഛന്ദസ്സിനെയും ബ്രഹ്മശബ്ദം യജുർവേദത്തെയും പ്രതിനിധീകരിക്കുന്നു. ശങ്കരഭാഷ്യം, യാസ്കനിരുക്തം ഇവയിലൊക്കെ ഇതേ പറ്റിയിട്ട് പ്രത്യേകം പറയുന്നുണ്ട്. ആ ബൃഹത് ശബ്ദത്തിന് ജഗത്തെന്നും ബ്രഹ്മശബ്ദത്തിന് വേദമെന്നും വ്യാഖ്യാതാക്കൾ അർത്ഥം കൽപ്പിക്കുന്നു. വേറെയും അർത്ഥങ്ങളുണ്ട്. ഇന്ദ്രിയപ്രീതിക്ക് ഇന്ദ്രനെയാണ് ഉപാസിക്കേണ്ടതെന്ന് കൃഷ്ണയജുർവേദത്തിൽ പറയുന്നുണ്ട്. പിന്നെ ആയുസ്സിനെ വർദ്ധിപ്പിക്കുവാൻ അശ്വിനീദേവന്മാരെ പ്രാർത്ഥിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്രകാരം ചിന്തിച്ചാൽ ഈ പറഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ എല്ലാ ഉപാസനകളും വേദാധിഷ്ഠിതം ആണ്. വേദാധിഷ്ഠിതമായിട്ട് ഇവരെയൊക്കെ പൂജിക്കാം, ഉപാസിക്കാം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗുണം അവർക്ക്, ആ കാമ്യമായിട്ടുള്ള അവസ്ഥകൾ അവർക്ക് സാധിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ചിലതെല്ലാം പൗനരുക്തിയമായി അനുഭവപ്പെടാം. രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും. ബ്രഹ്മവർച്ചസ് ആഗ്രഹിക്കുന്നവർ ബൃഹസ്പതിയെ, ആധിപത്യത്തെ ആഗ്രഹിക്കുന്നവൻ ബ്രഹ്മദേവനെ. ആദ്യത്തേതിൽ ബ്രഹ്മാവിനെ വേദമൂർത്തി സ്വരൂപത്തിലും രണ്ടാമത്തേതിൽ സത്യലോകാധിപനായിട്ടും എന്നർത്ഥം. ബ്രഹ്മണസ്പതി എന്നാൽ ബൃഹസ്പതി എന്നർത്ഥം കൽപ്പിച്ചാൽ ഈ പൗനരുക്ത്യം രണ്ടാമത് പറഞ്ഞിട്ടുള്ളതെന്നർത്ഥം ഉത്ഭവിക്കുന്നില്ല. യശസ് കാമിക്കുന്നവൻ യജ്ഞനെ ഉപാസിക്കണമെന്ന വാക്യത്തിൽ ഭഗവാന്റെ യജ്ഞാവതാരമൂർത്തിയെയാണ് ഉദ്ദേശിക്കുന്നത്. യജ്ഞാവതാരം സ്വയംഭുവ മന്വന്തരത്തിലാണെന്ന് അഷ്ടമസ്കന്ധം 1-ാം അധ്യായത്തിലും മറ്റും പറയുന്നുണ്ട്. ധർമാർത്ഥ ഉത്തമ ശ്ലോകം എന്നിടത്ത് ഭഗവത് ലക്ഷണങ്ങളിൽ യശസ്സിന്റെ മൂർത്തിമത്തായിട്ടുള്ള ആ ഭഗവത് സ്വരൂപമാണ് വിവക്ഷ. പുരുഷം പരം എന്നിവിടങ്ങളിലെ പുരുഷോത്തമൻ. രാജ്യത്തെ കാക്ഷിക്കുന്നവൻ വിശ്വദേവന്മാരെ ഉപാസിക്കണമെന്ന് ആദ്യവും മനുക്കളെ ഉപാസിക്കണമെന്ന് രണ്ടാമതും വിധിച്ചു. ഇവിടെ വൈകൽപ്പികമായിട്ട് ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിലെടുക്കാം. അതിനു മുമ്പേ എല്ലാവരും ആ ദ്വിതീയ സ്കന്ധം 2-ാം അധ്യായം സമർപ്പിക്കുക. ആദ്യത്തെ സംഗ്രഹ അവലോകനങ്ങൾ എഴുതുക. ചോദ്യോത്തര പങ്ക്തി അതിനെ അഭ്യാസം ചെയ്യുക. അങ്ങനെ അത് വായിക്കാൻ വേണ്ട വിധം പഠിക്കുക, അത് മനസ്സിലാക്കുക. ആ അവലോകനത്തിലൂടെ അതിലത്തെ ആ ദ്വിതീയ സ്കന്ധത്തിലെ ആ പ്രതിപാദ്യം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ഹരേ കൃഷ്ണ.